ഇന്നത്തെ നമ്മുടെ വിഷയം കുറേ ദിവസമായല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം. പതിവ് പോലെ വിഷയമുണ്ട്. നമ്മളുടെ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ കയറി എന്തോ ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് പല ആളുകളും പല രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുണ്ടായിരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ജാസ്മിൻ ജാഫർ എന്ന പേര് ഇട്ടിട്ട് അല്ലെങ്കിൽ ആ പേരുള്ള ഒരാൾ പോയതാണ് പ്രശ്നം എന്ന രീതിയിലേക്കാണ് എനിക്കത് കാര്യം മനസ്സിലാവുന്നത്. എന്തായാലും ഇന്ന് നമ്മളധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ വിഷയം ഇങ്ങനൊരു സംഗതി വരുമ്പോൾ, അത് ഹിന്ദു മതത്തിൽ നിന്നും വരുമ്പോൾ അതെങ്ങനെയാണ് ആ മതത്തിനകത്തുള്ള ആളുകൾ അതെടുക്കുന്നത് എന്നതും കൂടി നമുക്കിവിടെ ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ട് കാണാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇസ്ലാമിലൊരു വിഷയം വരുമ്പോൾ അത് ഇവിടെ ചർച്ച ചെയ്യാൻ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ പൊതുസമൂഹമോ ഇവിടെ വരുന്നത് നമ്മൾ കാണാറില്ല. അതേസമയം ഹിന്ദു മതത്തിലൊരു വിഷയം വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ തള്ളിപ്പറയാനും ആ വിഷയത്തിൻ്റെ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാൻ ഹിന്ദു മതത്തിൽ തന്നെയുള്ള ആളുകൾ പുറത്തേക്ക് വരുന്നു എന്നതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അത് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് നമുക്കിതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷം. അപ്പോൾ അത് നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക്, ആ മതത്തിനാണല്ലോ ഈ കുഴപ്പം കൂടുതൽ, ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് സ്വന്തം മതത്തിലെ കൊള്ളരുതായ്മകൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ തള്ളിക്കളയുന്നത്, അതിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നത് എന്നത് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയം ഉപയോഗിക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോള് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്കിന്ന് വിശ്വാസികളായ ആളുകളെ കൊണ്ട് തന്നെ ഈ വിഷയത്തെ തള്ളിപ്പറയുന്നത് നമുക്ക് കാണാം. അവർ തള്ളിപ്പറയും, അതല്ലെങ്കിൽ ഇതിൻ്റെ വിഷയങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് പറയും. ഇതാണ് നമുക്ക് കാണാൻ പോകുന്ന ഒരു പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇവിടെ ഇത് സംബന്ധിച്ചിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അതിന് താഴെ വന്നുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നത് നമ്മളൊന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ഒരു കാര്യം ഫേസ്ബുക്കിലാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫേസ്ബുക്കിലിട്ടിട്ടുള്ള കമൻറ്റുകൾ നമുക്കൊന്ന് വായിച്ചേക്കാം. അപ്പോൾ ഞാനതിലിട്ടത് ഇതാണ്: ആരിഫ് ഹുസൈൻ എന്ന പേര്, ആ മുസ്ലിം പേര് മാറ്റിയിട്ട് കുക്കുടൻ ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ നമ്പൂതിരിപ്പാട് എന്ന ഒരു ഹിന്ദു പേരിട്ടിട്ട് ഈ കുളത്തിൽ ഇറങ്ങിയാൽ കുഴപ്പമാവുമോ എന്നതാണ് എനിക്കുള്ളൊരു സംശയം എന്ന് ഞാനവിടെ എഴുതി വെക്കുകയാണ്. പിന്നെ ഈ പേര് നല്ലതാണെങ്കിൽ അത് ഓക്കെ, നമുക്കതിടാം, കുക്കുടൻ ഭട്ടതിരിപ്പാട്. ഓക്കെ, ഇനി അതല്ല നല്ല ഏതെങ്കിലും വേറെ പേരുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് പേരുകൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല, ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ ഒന്ന് കമൻ്റ് ഇടുകയാണ്. അപ്പോൾ അതിലൊരു എന്താ പറയുക, ഈ വിഷയം ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇട്ടിട്ടുള്ള കമൻറ്റുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് നല്ല പേര് വരെ നിർദ്ദേശിച്ച് തന്നിരിക്കുന്നു എന്നതും കൂടിയാണ് നമുക്കിവിടെ കാണുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ പ്രശ്നം ആളുകൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഒരാളെനിക്ക് ഇട്ടിരിക്കുന്ന പേര് പൂങ്കുന്നത്ത് കാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ഡൻ ഹരിപ്രസാദ്. വളരെ ചുരുങ്ങിയ ഒരു പേരാണ്. ഞാൻ എൻ്റെ പേരിൻ്റെ അറ്റത്തുള്ള മുഹമ്മദ് കട്ട് ചെയ്യാൻ തന്നെ കാരണം പേര് നീളം പോയതുകൊണ്ടാണ്, 3 എണ്ണത്തിൽ നിർത്തിയതാണ്. അപ്പോഴാണ് ഈ പേര് പൂങ്കുന്നത്ത് കാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ഡൻ ഹരിപ്രസാദ്. ആര്യപ്പൻ നായർ. ഓക്കെ, ഇതൊക്കെ ഇടുന്നത് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകളാണ് കേട്ടോ എനിക്ക് പേരിട്ട് തരുന്നത്. നമ്മളുടെ കളക്ടർ ബ്രോ പഴയ അത് മതിയാവില്ല, റീൽസും മ്ലേച്ഛവും നിഷിദ്ധവുമാണെന്ന് ഉണ്ണിക്ക് അറിയില്ല എന്നുണ്ടോ? ഹൈ, എന്തൊക്കെ നോക്കണം എന്നാണ് ആളുടെ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതായത് റീൽസ് തന്നെ പ്രശ്നമാണ്, പിന്നെയാണ് ഇപ്പോൾ പേര് മാറ്റിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ ഉണ്ണിയെ എന്ന് ചോദിക്കുന്നത്. ഇതാണൊരു കാര്യം. വേറെ ആളുകൾ വന്നിട്ട് ഇതേപോലെ കമൻ്റ് ഇടാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു 100 കമൻറ്റ് നമ്മൾ എടുക്കുക. ഇതിൽ ഏതാണ്ട് 400ഓളം കമൻറ്റ് വന്നിട്ടുണ്ട്. അത്രയും കമൻറ്റുകൾ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് 440 കമൻറ്റ് വന്നിട്ടുള്ളതിൽ ഒരു 1% പോലും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനില്ല ഇതിനെ ന്യായീകരിക്കുന്നത്. ഇതങ്ങനെയാണ്, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് ഒരു 1%-ൻ്റെ താഴെ പോട്ടെ, ഒരു 10% ഉണ്ടെന്ന് തന്നെ കൂട്ടും, അത്രയേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ഇത് ശരിയല്ല, ഇതൊക്കെ എന്താണ്, അവർ തന്നെ ഇതിനെ കളിയാക്കുന്ന ഒരു രീതി. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കമൻറ്റുകളൊക്കെ പോയിരുന്ന് വായിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കാണിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ലാത്തതായതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരാൾ എനിക്കിട്ട പേര് പുണ്യാഹൻ എന്നങ്ങ് പേരിട് എന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ ഒരു പേരിടുന്നത് എന്താണ്, ഉണ്ണി മൂത്രം പുണ്യാഹം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഉണ്ണിയെ കൊണ്ട് മൂത്രം ഒഴിപ്പിച്ചാൽ മതി, അപ്പോൾ പുണ്യാഹം ആയിക്കോളും
എന്ന് പറഞ്ഞ് അതിലൊരു രസകരമായൊരു കമൻറ്റ് ഇതാണ്. അശോകൻ എന്ന് പറഞ്ഞ ഒരാൾ, ഇഫ് യു ആർ ദാറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് എ ഡിപ്പ് ഇൻ ദ ടെമ്പിൾ പോണ്ട്, വൈ ഡോണ്ട് യു ഡു ഘർവാപസി? സിൻസ് റിച്വൽസ് ഡോണ്ട് പെർമിറ്റ് നോൺ ഹിന്ദുസ് ടേക്കിംഗ് ഡിപ്പ് ഇൻ ടെമ്പിൾ പോണ്ട്സ് ആൻഡ് പ്രേയിങ് ഇൻ ഗുരുവായൂർ ടെമ്പിൾ, ഹാവ് ലോജിക് വെൻ യു സേ സംതിങ്. അത് ആൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്. അപ്പോൾ നമ്മളിവിടെ അതിന് കൊടുക്കുന്ന ഒരു മറുപടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കയിൽ അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കണ്ടില്ലേ, അമുസ്ലിങ്ങൾക്ക് വേറെ വഴി, ഒരു അപ്പാർട്ടൈഡ് ഉണ്ട് എന്നൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അത് പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ സ്വന്തം നാട്ടിൽ ചെയ്യുന്ന കാര്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ അതിലൊരു ശരികേടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി നോൺ മുസ്ലിംസ് ഈ വഴിക്ക് പോവുക, മുസ്ലിംസ് ആ വഴിക്ക് പോവുക, മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊക്കെയുള്ള ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ട് കണ്ടില്ലേ അവിടെ സൗദി അറേബ്യയിൽ അങ്ങനെ എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ ഇത് കാണുമ്പോൾ ഇതിനെ ന്യായീകരിക്കുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു 5 or 10 കമൻറ്റ്, അതിന് കൂടുതലില്ല. ഈ 440 എണ്ണത്തിൽ അത്രയാണ് നമുക്ക് ആകെ കാണാൻ കഴിയുക. അതേപോലെ ഓരോ കമൻറ്റുകൾ വെച്ചിട്ടാണ് ഇതിനെ ന്യായീകരിക്കാൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വേർതിരിവ്, ഈ വിശ്വാസി അവിശ്വാസി അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ശുദ്ധിവാദങ്ങൾ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആളുകൾ അതിനെ മറിച്ച് പറയും, അതിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കും, അത് എല്ലാ മതത്തിലെയും ചൂണ്ടിക്കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് നേരെ വരുമ്പോഴും അവിടെ കിടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഇതിൽ കാണുന്നത്. ഇനി അതേപോലെ ഓരോ ആളുകൾ കമൻ്റ് ഇടുന്നത് നിങ്ങൾക്ക് പോയി വായിക്കാം എന്നതാണ് എന്താണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് എനിക്കറിയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മളുടെ കാഫിറുകളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് വിളിച്ച്, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് വിളിച്ച് ഇതിന് സംസാരിച്ച് നിങ്ങൾക്ക് പറയാനുള്ള ആ ഭാഗം ഒന്ന് കേൾപ്പിക്കണം എന്നതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കേൾക്കാവോ? യാ, പറഞ്ഞോളൂ. പേര്? എൻ്റെ പേര് ജോബി. ജോബി. ആ, സനാതനിയാണോ? എന്ത് പറയുന്നു ജാസ്മിൻ ജാഫർ ചെയ്ത കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് എന്താ പറയാ, അത് വളരെ മോശമായിട്ട്. ഞാൻ ഇന്ന് രാവിലെ വാർത്തയിൽ കണ്ടപ്പോ ഇന്നൊക്കെ ചർച്ച വിഷയമായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഇത് ചർച്ച വിഷയമായത് നന്നായി. ഞാൻ വീട്ടിൽ സംസാരിക്കുകയും ചെയ്തു. കാരണം ഇപ്പൊ ഒരു ജാസ്മിൻ എന്നുള്ള പേരാണ് അവർക്ക് വിഷയം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പം ഞാനും പോയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കല്യാണമൊക്കെ നടക്കുന്ന ആ സ്ഥലത്തൊക്കെ ഞാനും കയറിയിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതെവിടം വരെ നമുക്കൊക്കെ പോവാം, എവിടെ മുതൽ പോകരുത് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അന്ന് നമ്മളൊരു സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു, എല്ലാവരും പോയി, ഞാനും പോയി, അവിടെ കയറുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് കുറേ മുന്നേ നടന്ന, ഒരു 5-10 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ലല്ലോ. നിങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടോ? ഇല്ല, ഞാനിവിടെ തമിഴ്നാടാണ്. ഞാൻ ഗുരുവായൂർ ഒരുപാട് ദൂരം എനിക്ക് ഇവിടുന്ന്. അല്ല, അതായിക്കോട്ടെ. നിങ്ങൾ പോയിട്ടുണ്ടോയെന്ന് ഞാൻ ചോദിച്ചേ. ഇല്ല, പോയിട്ടില്ല. ഓക്കെ, ശരി. എന്നാൽ പിന്നെ അതവിടെ നിൽക്കട്ടെ. എനിക്ക് അതും കൂടിയാണ് അറിയാനുള്ളത്. എന്താണ് ഇവിടെ ഇതിനകത്തുള്ള യാഥാർത്ഥ്യം, എന്തൊക്കെയാണ് ഇതിൻ്റെ ന്യൂആൻസസ് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ അതിനൊരു ഹിന്ദു വിളിക്കുന്നതിന് വേണ്ടി ഞാൻ കാതോർത്തിരിക്കുകയാണ്. നിങ്ങൾ വിളിച്ച കാര്യം ബാക്കി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അതുകൂടി പറഞ്ഞോളൂ. അതെ, ഞാൻ നമ്മുടെ ഈ പഹൽഗാം അറ്റാക്ക് നടന്നില്ലേ? ആരാണ്? നിങ്ങൾ ഉറക്കെ പറയൂ. പഹൽഗാം അറ്റാക്ക് നടന്നില്ലേ കാശ്മീർ? അന്ന് നിങ്ങൾ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഈ ആക്രമണത്തിന് കാരണം ഇസ്ലാമാണ് എന്ന് പറഞ്ഞ്. ആ ഒരു ദമ്പതികൾ ഒരു അയൽവക്കം മരിച്ചപ്പോ സ്ത്രീ ഇരുന്ന് കരയുന്ന പോലത്തെ ഒരു ഫോട്ടോ ഇട്ടിട്ട്. മനസ്സിലായി, പറഞ്ഞോളൂ. ഇത് ഞാൻ എടുത്ത് സ്റ്റാറ്റസ് വെച്ചു. സ്റ്റാറ്റസ് വെച്ച് നാട്ടുകാർ മൊത്തം ഇളകിയില്ലേ എനിക്കെതിരെ. നീ അങ്ങനെ മുസ്ലിമായിട്ട് നീ അങ്ങനെ പറയുന്ന. ഞാൻ പറഞ്ഞത് ഉള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങളെങ്ങനെ ഇളകുന്ന വെച്ചാൽ പിന്നെ നാട്ടിൽ പോയാൽ പിന്നെ നാട്ടിലെല്ലാവരും നമ്മളെ മറ്റേതാക്കി നോക്കുന്നു. ചായക്കട കയറിയാൽ ചായ തരില്ല, മീൻകടയിൽ പോയാൽ മീൻ തരില്ല. ഈ ഒരു അവസ്ഥയായി പോയി. നിങ്ങൾക്ക് ചായയും മീനൊന്നും തരാണ്ടായോ ആൾക്കാര്? ഇപ്പൊ കാരണം നമ്മുടെ കൂടെ പഠിച്ച ചെക്കന്മാര് വരെ നമുക്ക് എതിരായി. പിന്നെ ഫോൺ ചെയ്ത് എടുക്കാതെയായി. കാരണം ഇവര് പള്ളിയിൽ ഇത് അന്ന് പിന്നെ ഒരു വെള്ളിയാഴ്ച ആയപ്പോ പള്ളിയിൽ ഇത് ഇവര് സംസാര വിഷയമായി. ഇന്ന പോലെ ജോബിന്ന ചെക്കൻ ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചു, ആകെ പ്രശ്നമായി. എന്റെ പേരും മ്യൂട്ടാണ്. അപ്പൊ ഇതിപ്പോ ലൈവാണ്. ലൈവ് കണ്ട് വിളിച്ചായിരുന്നു, അറിയാതെ പേരും പറഞ്ഞത് പറയില്ല. അപ്പൊ ഇങ്ങനെ ആകെ പ്രശ്നമായി. അപ്പൊ എനിക്ക് ഇതിപ്പോ നടന്ന കാര്യമാണ്. നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇന്ന സ്ഥലത്തുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവിടെ നടന്ന സംഭവത്തിന്റെ പേരില്
അത് നടന്നത് ഇവരുടെ പേരിലാണ്, ഇവരെ കൊണ്ടാണ് ഈ സംഭവങ്ങൾ നടന്നതെന്നുള്ളത് സത്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് സ്റ്റാറ്റസ് വെച്ചൊന്നും പറഞ്ഞിട്ട് എന്റെ ഫോണിൽ എനിക്ക് എന്തൊന്നും സ്റ്റാറ്റസ് വെക്കാം. ഞാനിപ്പോ ഒരു മതത്തെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. പിന്നെ എല്ലാരും എനിക്കെതിരായി ഇപ്പൊ ഒരുമാതിരിയൊക്കെ അങ്ങനെ റെഡിയായി വരുന്നു. ശരി, ഇപ്പൊ ഒരു ചെറിയ ആശ്വാസമുണ്ട്. നിങ്ങളെ കൊണ്ട് ഞാൻ തൊട്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. നിങ്ങളത് വെച്ചെന്ന് കാണുകയും ചെയ്തു. ഞാനതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എന്റെ സ്റ്റാറ്റസും വെച്ച് ആകെ പ്രശ്നമായി. അതൊരു 5-6 തവണ ചെയ്താൽ മതി, ശരിയായിക്കോളും. നിങ്ങൾ വ്യക്തികളെ പോയിട്ട് നേരിട്ട് ഉപദേശിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക, ഓക്കെ? ഇനിയും സ്റ്റാറ്റസ് പേടിച്ചിട്ട് പിന്നീട് ഞാൻ ചെയ്യണ്ടെന്ന് തോന്നിപ്പോയി. അതല്ല, അത് പേടിച്ച് പിന്മാറൊന്നും വേണ്ട. അങ്ങനെ പേടിച്ച് പിന്മാറിയാൽ അവരുദ്ദേശിച്ച് നടന്നതായില്ലേ, അത് ചെയ്യരുത്. അതെ, ആ ഒരു അവസ്ഥയായി അത് നടത്തരുത്. നിങ്ങൾ ഇനി അത് ചെയ്യണം. സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇനി ഇടാം, അതിൽ ഞാൻ ഒരു തെറ്റും പറയില്ല. ഓക്കെ, ഓക്കെ, യെസ്, സ്റ്റാറ്റസ് ജിഹാദ്. ഓക്കെ, അപ്പോൾ അടുത്ത ആൾ വിളിച്ചോളൂ. ഹലോ, യെസ്, പറയൂ. പേര്? ഞാൻ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, കാത്തിരുന്നാളെത്തി. പറയൂ, വിശ്വാസിയാണോ? സോ ഞാൻ ആക്ച്വലി മഹാരാഷ്ട്രയിലാണ് ചെറുപ്പം മുതലേ. പക്ഷെ ആള് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഇഷ്ടം പോലെ പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ട്. എല്ലാം വെക്കേഷൻസിലും ഞങ്ങള് പോവാറുണ്ട്. അമ്മ ഭയങ്കര വലിയ വിശ്വാസിയാണ്. ഈ കുളത്തിന്റെ ഒരു സ്ഥിതി എന്താണ് ഈ കുളം ഒന്ന് പറഞ്ഞുതരൂ. കുളം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ എനിക്ക് ഭക്തിപരമായിട്ടില്ല, പക്ഷെ അതിന്റെ ഒരു ഹിസ്റ്ററി അറിയാൻ നല്ല താല്പര്യമുണ്ട്. എന്താണ് ഇതിന്, അതില് ദൈവികമായിട്ട് എന്താണ്, അതോ ലൈക്ക് യുനോ അത് ആർക്കിടെക്ചർ പരമായിട്ട് എന്താണെന്നൊക്കെ നോക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിൽ വായിച്ചപ്പോ ഒരു മൈത്തോളജിക്കലിയും ഒരു സ്റ്റോറി ഉണ്ട്. ആ അമ്പലം പണിത സമയത്തുള്ള കുളമാണ്. പിന്നെ നമ്മൾ ഈ ദർശനം ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാര് കാല് കഴുകി അമ്പലത്തിൽ പോവാനാണ് മെയിൻ ആ കുളം ഉള്ളത്. സോ എനിക്ക് അവരുടെ ഈ ഒരു കേസിൽ, സോറി, ഐ ആം ജസ്റ്റ് നെർവസ്. ഐ ആം എ വെരി ഇൻട്രോവേർട്ടഡ് പേഴ്സൺ. അപ്പൊ പെട്ടെന്ന് എന്റെ വോയിസ് ഷേക്ക് ആവുണ്ടെങ്കിൽ ഐ ആം സോറി. ഈ ലൈവിൽ നിങ്ങളും ഞാനും മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ആരും കേൾക്കുന്നില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. സോ എനിവേസ് അവര് റീൽ എടുത്തു, അതിന് കേസ് എടുത്തു. അല്ല, റീൽ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ കുളത്തിൽ ഇപ്പോ ഈ സംഭവിച്ച വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഒരു അശുദ്ധി കണക്കാക്കി ഇങ്ങനെ ഒരു അഹിന്ദു അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം ആ കുളത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ, അമ്പലത്തിൽ കയറിയിട്ട് മുമ്പ് നമ്മൾ ശുദ്ധീകരിക്കുക, അതായത് കാല് കഴുകി അകത്ത് കയറുക. അതാണ് ആ കുളത്തിന്റെ ഒരു കൺസെപ്റ്റ്. ആൾക്കാർ കുളിച്ച് മുങ്ങി ആ അമ്പലത്തിൽ കയറും. അപ്പോ ഒരാൾ അവിടെ കാല് കഴുകിയെന്ന് വിചാരിച്ചിട്ട് അവര് ശുദ്ധിയല്ലേ വരുത്തുന്നത്, ആ ഒരു ലോജിക്ക് വെച്ചാലും. ഇനി അത് കഴിഞ്ഞിട്ട് അതിൽ എത്രയോ മീനുകളുണ്ട്. അവരുടെ ഈ ജാതി മതമൊക്കെ, അവരെത്രയോ മീനുകൾ അതില് എന്തൊക്കെ അതിൽ ചാവുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ ആകുന്നുണ്ടാവും. ഈ ഗുരുവായൂർ അമ്പലത്തില് ശരിക്കും പറഞ്ഞ ഒരു ജാതി വിവേചനത്തിന്റെ ഒരു അപ്പോസ്തലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? ഗുരുവായൂർ അമ്പലം കേന്ദ്രീകരിച്ചിട്ട് ഈ ബ്രാഹ്മണവാദം. യെസ്, ഐ അഗ്രി. ബട്ട് അത് ഇങ്ങനെ എന്താ പറയാ, ശുദ്ധീകരണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതും ഈ ഒരു കാലത്ത്. ഓക്കെ, ഒരു 50 years ago അവർ ചെയ്യുകയാണെങ്കിലും അന്നത്തെ കാലത്തെ തിങ്കിങ് ആൻഡ് ഓൾ വി ക്യാൻ കൺസിഡർ ദാറ്റ്. ബട്ട് ഇപ്പോഴത്തെ കാലത്തും ഇതേ പഴയ തിങ്കിങ് വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, അവര് വൃത്തികെട്ട റീലൊന്നല്ലല്ലോ. നല്ല സാരി എടുത്ത് അമ്പലത്തിൽ പൂജ വിടുന്ന പോലത്തെ ഒരു റീലാണല്ലോ എടുത്തതും. അപ്പോ അതിലൊരു ഇങ്ങനെയൊക്കെ ചെയ്ത് അതൊരു ഡിസ്റെസ്പെക്ടിങ് ഫോർ എ പേഴ്സൺ, ഒരു മതത്തിനല്ലെങ്കിലും. അപ്പൊ നിങ്ങൾ വിശ്വാസിയാണോ? അല്ലേ? അതെ, നിങ്ങൾ വിശ്വാസിയാണോ? അപ്പോ ഞാൻ കൾച്ചറൽ ഹിന്ദു. കൾച്ചറൽ ഹിന്ദു എന്നുവെച്ചാൽ ഭംഗി വാക്ക് വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ നടത്തുകയാണെങ്കിൽ എനിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് അമ്പലങ്ങളിൽ പോകാൻ ഇഷ്ടമാണ്, ആർക്കിടെക്ചർ കാണാൻ ഇഷ്ടമാണ്. ബട്ട് ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോ എന്റെ വിശ്വാസമൊക്കെ അവിടെ പോകും. അല്ല, ഇതൊന്നും ശരിയല്ല, സത്യമല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടോ? ഉണ്ട്. അവിടെ ഇരിക്കുന്ന മൂർത്തി ആരാണ്? എല്ലാ ദൈവങ്ങളും എന്റെ അമ്മ പൂജിക്കുക. എന്റെ അമ്മ എല്ലാ ദിവസവും ഓരോ ഉപവാസങ്ങളാണ്. എല്ലാ ദൈവങ്ങളെയും പറയണ്ട, അവിടെ അല്ലാഹു ഇല്ലല്ലോ. ഡീപ്പായിട്ടുള്ള വിശ്വാസിയാണ്. ഓ, അമ്മ. ഓക്കെ, അമ്മ ഈ വിഷയം അറിഞ്ഞപ്പോ അമ്മ ഒക്കെ എന്താ പറഞ്ഞു? അമ്മ അറിഞ്ഞോ ഈ വിഷയം? അമ്മ ഞങ്ങളിങ്ങനെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്താ ഡിസ്കസ് ചെയ്തത്? അമ്മയുടെയും ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വീടെടുത്ത് അത് തെറ്റാന്ന് പറഞ്ഞ് ദാറ്റ് ഈസ് ഓക്കെ. അപ്പൊ
ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. ഐ ആം ലൈക്ക് ഓക്കെ. ഇപ്പോൾ റീൽ എടുക്കാന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പള്ളിയിലാണെങ്കിലും കയറിയിട്ട് അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, അതിനെ സേക്രഡ് ആയിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം ഞാനൊരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് വഴി കാണുന്ന ഏതെങ്കിലും ഒരു പള്ളി കയറിയിട്ട് കോപ്രായം കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയല്ലല്ലോ. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷെ ഇവിടെ അത് ഞാൻ അഗ്രീ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓക്കേ. എവിടെ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നൊരു സെൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ആരാധനയിലേക്ക് വിടുക. ഇപ്പൊ ഞാനൊരു പഴയ ഹോമിയോ ഡോക്ടറാണ് എന്ന് വെച്ചിട്ട് ഏതെങ്കിലും വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ഹോമിയോ ക്ലിനിക്കിൽ കയറിയിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും കോപ്രായം കാണിക്കൂ? അത് അവരുടെ ഒരു അവരതിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വെറുതെ വിടുകയാണ്. അപ്പൊ നിങ്ങൾ ഈ വിശ്വാസി അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഹിന്ദു അമ്മ വിശ്വാസി എന്നിട്ട് പോലും ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന് നേരിട്ട ഈ വിഷയത്തിൽ അവരോടൊപ്പമാണ്, ജാസ്മിനോടൊപ്പമാണ് നിങ്ങൾ? അതിനിങ്ങനെ അമ്പലത്തിനെ ശുദ്ധീകരിക്കുക ആ വക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ നേരിട്ട് കണ്ടിരുന്നു ഒരു പരിപാടിക്ക് പോയപ്പോൾ. ആള് ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്തോ ഒരു പദ്ധതിയിൽ ഭാഗമൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾ നേരിട്ടിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം എന്നോട് പറഞ്ഞിരുന്നു. അത് അവിടുത്തെ എന്തോ ഒരു ഭക്ഷണം കൊടുക്കുന്നതിൻ്റെയോ വേറെന്തോ ഒരു സാധനം, അവിടുത്തെ എന്തോ ഒരു സർവീസ് കൊട്ടേഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അത് കിട്ടാനിരിക്കുകയും അത് കിട്ടുന്നതിന് തൊട്ട് മുന്നേ, അതിൻ്റെ എന്തോ ഒപ്പിടുന്നതിന് തൊട്ട് മുന്നേ ഇവർ താഴ്ന്ന ജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് അത് കിട്ടാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയും പിന്നെ നിയമ പോരാട്ടത്തിന് പോകുന്നൊക്കെ ഒരു ഗതികേട് അത് ഈ പറയുന്ന ഈ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ജാതി വിവേചനം അവിടെ ഉണ്ട്. ഇതുപോലെയുള്ള ഇങ്ങനെ വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി അത് ഈ അമ്പലത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നിങ്ങൾ ഹിന്ദുമതം ഭയങ്കര ആനയാണ് ചേനയാണെന്നൊക്കെ പറയെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ശുദ്ധിവാദവും ഈ പറയുന്ന ഈ ജാതി വിവേചനവും തന്നെയാണ്. ഞാൻ ഇതിന്റെ ഒക്കെ അയണി എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ എന്ന് പറഞ്ഞ കൃഷ്ണന്റെ അമ്പലമാണ്. കൃഷ്ണൻ ഒരു കുചേലൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആള് വളരെ താഴ്ന്ന ഒരു ഇതിന്ന് ഉള്ള ആളായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അമ്പലം അതിന്റെ ഒരു ഇപ്പിട്ടവുമാക്കിയിട്ട് അവിടെ ഒരു ഈ ജാതി അറ്റ്ലീസ്റ്റ് മതം പോട്ടെ ജാതി വിവേചനം ഇല്ലാണ്ട് ആളുടെ അമ്പലമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആള് ഫോളോ ചെയ്തായിരുന്നു ഒരു തിങ്കിങ് ഫോർ വിശ്വാസീസ് ഐ എം ടെല്ലിങ്. അപ്പൊ അവര് പറയും നിങ്ങൾ ഇപ്പൊ ഒരു ഭയങ്കര അഹിന്ദു ആണ് അതാണ് ഇതാണ്. അപ്പൊ എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല ഒരാള് കാല് കഴുകിയോണ്ട് നിങ്ങൾ അവരെ പുറത്താകണമെന്നോ അല്ലെങ്കിൽ ഞാൻ അശുദ്ധിയാവുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഗുരുവായൂരിലെ കഥകൾ തന്നെ അങ്ങനത്തെ കുറെ ഉണ്ട്. ഒരു ചെറിയ കൊച്ചി കളിച്ചിട്ട് ഉണ്ണിക്കണ്ണന് ദേഷ്യം വന്നിട്ട് അങ്ങനെ ഒരു കഥയുണ്ട്. അതാണ് ഈ വിഷുവിന് നമ്മള് കന്നിക്കൊന്നേന്റെ പൂക്കളുടെ ഒരു കഥയുണ്ട്. അപ്പൊ അത്രയും എന്താ പറയാ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ദൈവമാണ് നിങ്ങളുടെ എന്ന് വെച്ചാ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് അവരെങ്ങനെ ദേഷ്യപ്പെടും? അപ്പൊ അതെ, നിങ്ങൾക്കുള്ളൊരു തിരുത്ത് വന്നിട്ടുണ്ട്. ഗുരുവായൂർ കൃഷ്ണന്റെ അമ്പലമല്ല മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണെന്നാ പറയണേ, ആണോ? രണ്ട് സങ്കല്പമുണ്ട്. നമ്മള് എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാലും വിഷ്ണു ആണ്, വിഷ്ണു തന്നെ കൃഷ്ണനാണ്. വിഷ്ണുവിന്റെ ഒരു അവതാരല്ലേ കൃഷ്ണൻ. ഉണ്ണിക്കണ്ണനെയാണ് അവിടെ ആൾക്കാർ കൂടുതലും ഭക്തിയായി കാണുന്നത് എന്റെ ഒരു അറിവില്ല കേട്ടോ. ഞാൻ അത്രേ ഇതായിട്ടുള്ള ആളല്ല. ബട്ട് എന്റെ അമ്മയൊക്കെ എന്റെ കൃഷ്ണ എന്റെ ഉണ്ണിക്കണ്ണ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക അവിടെ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴും അമ്മ ഒരു ഇതാ അവിടെ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അമ്മ എന്നോട് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞുതരും. അപ്പൊ ആ ഒരു തിങ്കിങ്ങിൽ പറഞ്ഞതാണ്. അതിപ്പോ ഒരു വിഷ്ണു ദേവന്റെ അമ്പലമായാലും വിഷ്ണുദേവൻ വന്നിട്ട് ചക്രം ഉപയോഗിച്ചിട്ട് ആരുടെയും തല വെട്ടാൻ പോകുന്നില്ല. ഏതായാലും നിങ്ങൾ കൃഷ്ണനും വിഷ്ണുവിന്റെ ആളുകൾ തമ്മിൽ അത് തീർത്തോളൂ, മറ്റേ ഷിയാസുനി തീർക്കണ മാതിരി. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പ്രശ്നം ഇതുപോലുള്ള ഈ ശുദ്ധിവാദവും ഇങ്ങനെയുള്ള ജാതി വിവേചനവും അത് കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലം ആയിട്ട് തന്നെയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് വീണ്ടും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാണ്. എന്റെ ഒരു മുസ്ലിം ഫ്രണ്ട് ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ഇതിൽ ഇങ്ങനെ കാസ്റ്റ് ഒക്കെ വളരെ പ്രോബ്ലം ആണ്, ഈ കാസ്റ്റിസം ആണ് പ്രോബ്ലം. അപ്പോ വാട്ട് ഹി ടോൾഡ് മീ നീ ഒരു കാര്യം ചെയ്യേ, നീ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ എന്താണെന്നറിയോ അവിടെ കാസ്റ്റിസം അല്ല സെക്സിസം ഉള്ളൂ. ഐ മീൻ എല്ലാ മതത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കൂടിയും കുറഞ്ഞുണ്ട്. ചിലത് കൂടുതൽ പ്രശ്നമാണ്, ചിലത് കുറഞ്ഞ പ്രശ്നമാണ്. പക്ഷെ ഒക്കെ പ്രശ്നം തന്നെയാണ്. ഓക്കെ, നമ്മളെപ്പോഴും അതിനെ പ്രയോറിറ്റൈസ് ചെയ്യും. അതിനെ നമ്മൾ ഒരു സ്ട്രാറ്റിഫൈ ചെയ്തിട്ടാണ് കാര്യങ്ങൾ കാണുക.
ഓക്കെ. ഓപ്പൺ ആയിട്ട് കോൺവെർസേഷൻ ചെയ്യാന്നാണ് എപ്പോഴും വേണ്ടത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോ പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ടല്ല ഞങ്ങൾ പറയണത്, ഞങ്ങളുടെ വിശ്വാസം, നിനക്ക് ഈ അമ്പലത്തിന്റെ അറിയില്ല ഐതിഹ്യം, അതാണ് നീ ഇങ്ങനെ പറയണ. അങ്ങനെ പറയണേക്കാട്ടും ഒരു സ്റ്റെപ്പ് ഇപ്പോഴത്തെ ഒരു കാലം വെച്ചിട്ട് ഒന്ന് തിങ്ക് ചെയ്താൽ മതി എന്നാണ് എന്റെ ഒരു. തീർച്ചയായിട്ടും നല്ല സന്ദേശം. ഏതായാലും നിങ്ങൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഹിന്ദു, കൾച്ചറൽ ഹിന്ദു ആയിരിക്കെ, അമ്മയും ഈ പറയുന്ന ഒരു വിശ്വാസി ആയിരിക്കെ, ഇങ്ങനെയുള്ള വളരെ തെറ്റായിട്ടുള്ള പ്രവണതകൾ ഈ മതത്തിനകത്ത് നിന്ന് കാണുമ്പോൾ തള്ളിപ്പറയാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. സമൂഹത്തിന് വലിയ മാതൃകയാണ്. പ്രത്യേകിച്ച് ചില മതങ്ങളുണ്ട് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ ഇവിടെ കറങ്ങി നടപ്പ് ഉണ്ട്. അവർക്കുള്ളൊരു കൃത്യമായ മെസ്സേജായിട്ട് ഞാനിതിവിടെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ പറയാനുണ്ടോ? ഒന്നുമില്ല, ഞാൻ പറയണത് അത്രേ ഉള്ളൂ. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ്. പിന്നെ നിങ്ങളൊരു 1000 രൂപ കൊടുത്തിട്ട് എക്സ്ട്രാ ലൈന് വെക്കുന്നെങ്കിൽ ദൈവത്തിന് അവരോട് പ്രീതി കൂടുന്നൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഗുരുവായൂരിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങളപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ? അതറിയില്ല, ഞാൻ അത്ര അച്ഛനാണ് മേ ബി. അതുകൊണ്ടൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ അതെ, ഹിന്ദു മതത്തിനെയൊക്കെ വിമർശിക്കുന്ന ഒരു കൾച്ചറൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോളൂ. ബട്ട് ഒരു അമ്പലത്തിൽ തന്നെ ഇങ്ങനെ വിവേചനം കാണിക്കാണ് നിങ്ങൾ. ഒരു എക്സ്ട്രാ ലൈനാണ്, ഫാസ്റ്റ് പാസ് ആണ്. ഈ തത്കാൽ ടിക്കറ്റ് ഒക്കെ പോലെ നിങ്ങൾക്കൊരു 1000-2000 കൊടുത്താൽ ആദ്യം ലൈനിൽ നിൽക്കാം. ബാക്കിയുള്ള ആൾക്കാർ ലൈനിൽ ഒരു 5 മണിക്കൂർ നിൽക്കാണ് രാവിലെ. ഞാനൊക്കെ എന്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ നിന്നിട്ടുണ്ട്. രാത്രി 12 മണിക്ക് ലൈനിൽ നിന്നിട്ട് 4 മണിക്ക് ദർശനം ചെയ്തു. ഞാൻ എന്തെങ്കിലും കണ്ടോ മനസ്സറിഞ്ഞിട്ട് അതുമില്ല. അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കൂ, ഇത് ദൈവത്തിന് അറിയില്ലല്ലോ നമ്മൾ 1000 രൂപ കൊടുത്തിട്ടാണോ ലൈനിൽ കയറി. ഇനിയിപ്പോ ഉണ്ടെങ്കിലോ ദൈവത്തിന് അറിയില്ല. നമ്മള് എന്താ കുട്ടി ഈ പറയണത്? ദൈവത്തിന് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? അല്ല, ഇതിപ്പോ എല്ലാം ഇങ്ങനെ ഭക്തി പറയണോണ്ട് ഞാൻ അത് ഇടയ്ക്ക് വരും. അത് എത്ര നമ്മൾ ലോജിക്കൽ തിങ്ക് ചെയ്താലും എവിടെയെങ്കിലും ഒക്കെ അത് എവിടെയൊക്കെ വരും. അതെ, ഈ പൈസ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ക്യൂവിൽ ആള് നിൽക്കാതെ ഇരിക്കുമ്പോ ദൈവത്തിന്റെ ഒരു ആദി ഉണ്ട്. അതിനെ കുറിച്ച് വല്ല പിടിയുണ്ടോ കുട്ടിക്ക്? ആ ദൈവം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നെഞ്ചെടുപ്പാണ് ദൈവത്തിന്. ഇന്ന് ആരും ഇല്ലല്ലോ എന്ന് പറയും. ക്യൂവിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയും. നമ്മുടെ അമ്പലത്തിന് ഇനി പുരോഗമനം അതില്ല, അതുണ്ടാവില്ല എന്നൊരു വിഷമം ഉണ്ടാവുമെന്ന് അറിയില്ല. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ തള്ളി പറയാൻ വേണ്ടി കാണിച്ച ആ മനസ്സ് നമ്മൾ വരവേക്കുന്നു. നിങ്ങൾക്കൊരു ഹൂറി പരാമർശമുണ്ട്. ഓക്കെ, സോറി, ഹൂറൻ പരാമർശം. താങ്ക് യു. എന്താന്നറിയില്ല. താങ്ക് യു. ശരി, അത് മരിച്ചെല്ലാം പറയും. ഓക്കെ, ബൈ. അതാണ് കഥ. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ മതത്തിനെ തള്ളി പറയേണ്ടത്. ഓക്കെ, കാക്കാമാര് കണ്ടുപിടിക്കുക. ഓക്കെ, ഹലോ. ആരാണ്? പേര് പറഞ്ഞോളൂ. സാർ, എന്റെ പേര് ജെയിംസ് എന്നാണ്. ജെയിംസ്, ഇന്ന് ക്രിസ്ത്യാനികൾക്ക് എന്താ ഇന്ന് ഈ വീട്ടിൽ എന്താ കാര്യം? ഇന്ന് നമ്മളിവിടെ ഹിന്ദുക്കളുടെ കാര്യമല്ലേ പറയണത്? അതെ, ഡെഫിനറ്റ്ലി. അല്ല, എനിക്ക് ചെറിയൊരു തോട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ഈ വിഷയത്തിലെ കാര്യം ആദ്യം പറയൂ. അതെ, ഈ വിഷയത്തിലാണ്. അതായത് ലൈക്ക് ഇപ്പൊ ഇതിൽ 2 സെനാറിയോ ഉണ്ട്. ഒന്ന്, ജാസ്മിൻ ചെയ്ത ഒരു കാര്യം. ഓക്കെ, അപ്പൊ അതിന് എതിരെ അമ്പലം ചെയ്യുന്ന പുണ്യാഹം എന്ന് പറയുന്ന ആ ഒരു പരിപാടി. ബേസിക്കലി ഞാനൊരു ദൈവവിശ്വാസിയാണ്, പക്ഷെ മതവിശ്വാസിയല്ല. ദൈവവിശ്വാസിയാണ്, മതവിശ്വാസി, അതായത് സ്വന്തമായിട്ട് വാറ്റിയടിക്കുന്ന ആളാണ്. പറഞ്ഞോളൂ. ഏകദേശം അങ്ങനെയും പറയാം. അതായത് എന്റെ ചിന്തയില് ലോജിക്കലി കറക്റ്റ് ആവുന്ന തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. അതെ, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മദ്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് എതിർപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വാറ്റിയടിക്കും. ഞാൻ സ്വന്തമായിട്ട് വാറ്റുന്നു, അങ്ങനെയും പറയാം. ഓക്കെ, ബാക്കി പറഞ്ഞു. അപ്പോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാള്, ഒരു കമ്മ്യൂണിറ്റി, ഒരു എന്താ പറയാ, നമ്മളിപ്പോ കേരളത്തിൽ ഒരു മൾട്ടി കൾച്ചറൽ ലിവിംഗ് ആണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ വീട്ടില് ഒരാൾ ചെരുപ്പിട്ട് കയറുന്നത് എനിക്ക് താല്പര്യമില്ല. എന്റെ വീടിന്റെ അകത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ വന്ന് ചെരുപ്പിട്ട് കയറി ആ മണ്ണും പൊടിയൊക്കെ തൂത്ത് പുറത്ത് കളയാൻ എനിക്ക് അവകാശമുണ്ട്. അതേസമയം ഞാൻ അവിടെ ഗോമൂത്രം വെച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു അത്ര നോൺസ് പരിപാടിയാണ്. ഓക്കെ, അപ്പോ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാള്, പ്രത്യേകിച്ചും ഇത്രയും പോപ്പുലറായ ഇത്രയും റീച്ച് ഉള്ള ഒരാള് അമ്പലത്തിൽ ചെന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ അനാലജിയിലൊരു വിഷയമുണ്ട്. കാരണം ഈ കുട്ടി മറ്റേ കുളത്തിൽ ഇറങ്ങി കാല് കഴുകിന്നാ പറയുന്നത്. ചെളി ചവിട്ടി കയറ്റല്ല ചെയ്തത്, ചെളി കഴുകളേ ചെയ്തത്. അതെ പറയുന്നത്. ആ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ, കുറച്ച് ആൾക്കാരുണ്ടാവില്ല, ഇപ്പൊ അമ്പലത്തിൽ കുറെ വിശ്വാസികളുണ്ടാവും. അവര് ആ കുളത്തിനെ ഒരു ശുദ്ധിയായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ തൊട്ട് മുന്നേ വിളിച്ച ശ്രീലക്ഷ്മി എന്താ പറഞ്ഞു തന്നത്? കാല് കഴുകാൻ കാഴ്ചപ്പാടാണ്. അത് ശരിയാണ്, ശ്രീലക്ഷ്മി പറഞ്ഞ പോയിന്റാണ്.
അത് ശരി. അപ്പോൾ അതായത് കണ്ട ഞാൻ അവിടെ നിൽക്ക് കേട്ട കണ്ട നീ അവിടെ നിൽക്ക് കേട്ട ഞാൻ പറയട്ടെ എന്നോ, അങ്ങനെയാണോ? നിങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ കുളത്തിൽ ഇറങ്ങി കാല് കഴുകിയിട്ടുണ്ടോ? ഇല്ലില്ല. അതെന്തേ? അല്ല, എനിക്ക് അന്ന് അങ്ങനെ കഴിയേണ്ട കാര്യം തോന്നിയില്ല. ലൈഫ് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയി, അത്രേ ഉള്ളൂ. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ലൈക്ക് ഇപ്പം മറ്റൊരു ആൾക്കൊരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല സുഹൃത്തെ. നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ജാസ്മിൻ ചെയ്തതിൽ തെറ്റെന്താണ്, ജാസ്മിൻ നേരിട്ട അനീതി എന്താണ്, ഇത് രണ്ടും നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. നിങ്ങളത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കണം എന്തിനാണ് വീണ്ടും? ജാസ്മിൻ ചെയ്ത തെറ്റെന്താണ്? ജാസ്മിൻ ചെയ്ത തെറ്റ് ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്തെ ഒരു പവിത്രമായിട്ട് കാണുന്നുണ്ട്. അതിപ്പോൾ ഇനി മുസ്ലിം പള്ളിയാണെങ്കിൽ പോലും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, മുസ്ലിങ്ങൾ അവരുടെ പള്ളിയെ കാണുന്ന ഒരു രീതിയുണ്ട്. ആ പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണെന്നാണ് അവർ കരുതുന്നത്. ഞാൻ എക്സ് മുസ്ലിമാണ്, എനിക്ക് അള്ളാഹു ഇല്ല മണ്ണാങ്കട്ടയില്ല എന്ന് വെച്ച് ഞാൻ അവിടെ കയറിയിട്ട് തോന്നിയാസം കാണിക്കുമോ? അല്ല, അതിനുള്ളിൽ ജാസ്മിൻ ചെയ്തത്. അതെ, അതുകൊണ്ടാണ് അത് ജാസ്മിൻ ചെയ്ത തെറ്റാവുന്നത്. പക്ഷെ അമ്പലം ചെയ്ത പണി അത് അതിനേക്കാൾ വലിയ മോശമാണ്. അതെ, അത് രണ്ടായിട്ട് പറഞ്ഞാൽ പോരെ? അതിന് ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. ലൈക്ക് ജാസ്മിൻ അത് കുറച്ചും കൂടി ഒരു കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിനെതിരെ അമ്പലം ചെയ്യണത് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നിയ സംഭവിച്ചല്ലോ. ഇപ്പൊ ഒരു കുറച്ച് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോ ഡെഫിനറ്റ്ലി ഒരു ദൈവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വേണ്ടി അമ്പലങ്ങൾ വരുന്നു, രാവിലെ പൂജ, വൈകിട്ട് പൂജ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നു. അപ്പൊ ഒരു 10 വർഷം കഴിയുമ്പോൾ അതാ ഹിന്ദു സമുദായത്തിന്റെ വേറൊരു അത് കുഴപ്പമായിട്ട് നിങ്ങൾക്ക് കാണാം. അതിന്റെ ഒരു വ്യത്യസ്തത ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ കാണാം. ഞാൻ അതിനെ അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ഈ അമൃതാനന്ദമായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു 500 വർഷം കഴിയുമ്പോൾ അവരും ഒരു ദൈവവും. അവരിപ്പോഴേ ദൈവമാണല്ലോ. പക്ഷെ വിശ്വസിക്കാത്ത ഒത്തിരി പേരുണ്ട്, കാര്യം മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അത് ശരി. അതിപ്പോ കൃഷ്ണനിൽ വിശ്വസിക്കാത്ത ആളുകളില്ല ഇന്ന്? ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഒരു എന്താ പറയാ, കുറച്ചും കൂടി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ദൈവമായിട്ട് മാറും. ഇൻഫ്ലുവൻഷ്യൽ ആകണമെന്നുണ്ടെങ്കിൽ കഥ സ്ട്രോങ് ആവണം. ഇത് കഥ സ്ട്രോങ് അല്ലാത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ കാലഘട്ടത്തിന്റെ ഒരു ഇഷ്യൂ ആണ്. അമൃതാനന്ദമായി ഇപ്പോഴാ സ്ട്രോങ് അല്ലാത്തത്. മനസ്സിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തെറ്റ് ചെയ്യാനോ അവരെ പറ്റി മോശമായിട്ട് കാര്യങ്ങൾ കണ്ടെത്താനോ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും. ഉണ്ടയാണ്. കാരണം ഇപ്പോ ഇതെല്ലാം നമ്മളിപ്പോ ബാബ എന്താണ് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ പുട്ടപർത്തിയിൽ, മനസ്സിലായി, സായിബാബയെ കുറിച്ചൊക്കെ ഇത് പറയും. സായിബാബ മരിച്ചു കഴിയുമ്പോൾ ആനയും ജേനയും എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ആരെങ്കിലും സായിബാബനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? സായിബാബനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കേൾക്കാറുണ്ടോ എവിടെയെങ്കിലും? ഞാൻ കുറെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയണ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഒരു വലിയ ദൈവമായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ. മരിച്ചു കഴിഞ്ഞപ്പോ ആള് പോയി, അത്രേ ഉള്ളൂ. ആള് പോയി. കുറച്ചുനാൾ കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് ഈ ദൈവങ്ങളിലേക്ക് ഒരു ഫോർമേഷനും അവരെ ചുറ്റിപ്പറ്റി ഇല്ലെന്നേ. അത് നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനഃപൂർവ്വം മറക്കുകയാണ്. ആ യാഥാർത്ഥ്യം എന്താണ്? ഇന്നത്തെ കാലത്ത് ഒരു പുതിയ ദൈവം, ഒരു പുതിയ മതമൊക്കെ ഉണ്ടാവുക അത്ര എളുപ്പമല്ല. നിങ്ങൾ ഏത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മതം എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 500 വർഷം പഴക്കമുണ്ടാവും. ഈ ഒരു 500 വർഷത്തിന് ഇപ്പുറം അല്ലെങ്കിൽ ഒരു 100 വർഷത്തിന് ഇപ്പുറം നിങ്ങൾക്കൊരു പുതിയ മതം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ നമ്മളുടെ എന്താ E=mc² എന്നൊക്കെ പറഞ്ഞിരുന്ന് തള്ളുന്നൊരു ചങ്ങാതി ഉണ്ടല്ലോ, നിത്യാനന്ദ, അയാളുടെ അവസ്ഥയാണ്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. ഉള്ള വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മതങ്ങൾ വരെ ഇവിടെ എയറിലാണ്, ചിലതൊക്കെ ബഹിരാകാശത്തുമാണ്. അപ്പോഴാണ് നിങ്ങൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് വരുന്നത്. പുതിയ മതം എന്ന് പറയുമ്പോൾ പുതിയ ദൈവവിശ്വാസവും പുതിയ മതവും ഒക്കെ അതിൽ പെടും. നിങ്ങൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇവിടെ ഉള്ള ദൈവങ്ങളെയൊക്കെ തള്ളിയിട്ട് പുതിയ ദൈവം മാറ്റിയടിക്കുന്നു. അത്രയല്ലേ നിങ്ങൾക്ക് വ്യത്യാസമുള്ളൂ. നിങ്ങൾ ചെയ്ത പണി തന്നെയാണ് പണ്ട് മുഹമ്മദ് നബിയും ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നു, അത്രേ ഉള്ളൂ. പുതിയ ദൈവങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു എന്താ പറയാ, ഒരു വിശ്വാസത്തിന്റെ ഒരു ആവശ്യം വരുന്ന സിറ്റുവേഷൻസിൽ എന്താ പറയാ, എന്താണ് വിശ്വാസം വരുന്ന ഒരു ആവശ്യത്തിൽ കള്ളനോട്ട് ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് ഒന്ന് പറഞ്ഞു? ഇല്ല, അതാ ഞാൻ പറയാം. അത് എന്റെ തോട്ടാണ്, ശരിയാവാൻ തെറ്റാണെന്നില്ലേ തോന്നിയ കാര്യമാണ്. ലൈക്ക് സപ്പോസ് ഞാനൊരു യാത്ര പോവാണ്, ഓക്കെ, എനിക്ക് അത്യാവശ്യം ക്ഷീണമുണ്ട്, എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കേട്ടില്ല. ഞാനൊരു വണ്ടി ഓടിച്ചൊരു ലോങ് ഡ്രൈവിന് പോവാണ് ഒരു ആവശ്യമായിട്ട്. അപ്പൊ എനിക്കത് ഒന്നെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്ത് പോവാം. അതാണ് ഒരു കോമൺ സെൻസിൽ എനിക്ക് ലോജിക്കലി ശരിയായിട്ടുള്ള കാര്യം. ഓക്കെ, അതല്ല, എനിക്ക് ഇമ്മീഡിയറ്റ്ലി അവിടെ എത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബേസിക്കലി ഒന്ന് പ്രാർത്ഥിച്ച് ഇടയ്ക്ക് ഒന്ന് വഴിയിൽ നിർത്തി ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിൽ അതെങ്ങനെ നോക്കിയേക്കണ കുഴപ്പമൊന്നും ഉണ്ടാവരുത്, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പോകാം. അപ്പൊ രണ്ടിനും 2 സെറ്റാണ്. വിശ്വാസത്തിന് പുറത്ത് പോയാലും നല്ല ഉറക്കം വരാണെങ്കിൽ വണ്ടി ഇടിച്ച ആൾ കാഞ്ഞു പോകും, അത് ഡെഫിനറ്റ്ലി ശരിയാണ്. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഇങ്ങനെ ഞാൻ ഇന്ന ദൈവത്തിനെ വിളിച്ചൊന്നും അല്ല പോകുന്നത്, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ. ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾമോസ്റ്റ് 32.
ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ ഇതൊന്ന് ചെയ്യാൻ നോക്കിയാൽ മതി, അപ്പോൾ ശരിയാവും. എനിക്ക് മനസ്സിലായി. നിങ്ങളിപ്പോൾ യങ്ങാണ്, നിങ്ങളിപ്പോൾ യങ്ങാണ്, നിങ്ങൾക്ക് ഉറക്കം ഉളച്ചിരുന്ന് വണ്ടി ഓടിക്കാനും സാധിക്കും ഇപ്പോൾ കുറേ കൂടി. ഓക്കെ, നിങ്ങളൊരു 10 വർഷം, ഒരു 5-10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതേപോലെ പണ്ടൊരു യാത്ര പോയതാണ് ഈ ഒരു ധൈര്യത്തിൽ. കാരണം നമ്മൾ ഇങ്ങനെ പാതിരാത്രി വരെയും നേരം വിളിക്കണവരെയൊക്കെ വണ്ടി ഓടിക്കുന്നു. ഉറക്കം എന്ന് പറഞ്ഞ ഒരു പ്രശ്നമല്ല, എത്ര രാത്രി വേണേലും വണ്ടി ഓടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഒരു ദിവസം ഞാനിങ്ങനെ നമ്മളെ കൂട്ടുകാരൊക്കെ, അപ്പോൾ എനിക്കൊരു ദുശീലമുണ്ട്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു വണ്ടിയായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വണ്ടി എനിക്ക് ഓടിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഓക്കെ, കാരണം നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ നന്നായിട്ട് ഓടിക്കും എന്നുള്ളത്. ബാക്കിയുള്ള ആളുകളൊക്കെ മോശമായിട്ടാണ് ഓടിക്കുക എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ പോവാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങി ഓടിക്കും. അത് ശരിയാണ് തന്നെ. കാരണം ഇതുവരെ നമുക്കൊരു ഇതുവരെ ഇപ്പം ഇത്രയും നാൾ എത്ര വർഷമായി വണ്ടി ഓടിക്കുന്നു? 2016 നമ്മൾ 2011 നമ്മൾ ലൈസൻസ് എടുത്താണ്. പക്ഷേ ഇതുവരേക്കും ഒരു തവണ പോലും ഒരു സ്പീഡ് വയലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെഡ് ലൈറ്റ് വയലേഷനോ ഒരു കത്ത് പോലും നമുക്ക് വന്നിട്ടില്ല, ഒരു തവണ പോലും. അപ്പോൾ വണ്ടിക്ക് അങ്ങനെ ഒരു മേജർ ആക്സിഡൻറ്റ് നമ്മളുടെ ഭാഗത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് നമുക്കറിയാം നമ്മളെങ്ങനെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ യെസ്, നമ്മൾ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെയുള്ള ആൾ എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങൾ അതേ പ്രായമാണ്, 32 വയസ്സുള്ള സമയത്താണ് ഇതേപോലെ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ വളരെ ലോങ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ വണ്ടിയിൽ മുഴുവൻ ആളാണ്. ഞങ്ങളെല്ലാവരും വണ്ടി കയറുന്നു, വണ്ടി ഇങ്ങനെ ഓടിച്ചു വരുന്നു. കുറച്ചങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതാണ് ഞാൻ കാണുന്നത്. വണ്ടി എപ്പോഴാണ് നിർത്തിയതെന്ന് ഞാൻ ഓർക്കുന്നില്ല. വണ്ടി എവിടെ ഞാൻ നോക്കുമ്പോൾ വണ്ടി റോഡിൽ നിന്ന് ജസ്റ്റ് താഴേക്ക് ഇറക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഒരു ഇന്നോവയാണ്. അപ്പോൾ റോഡിൽ നിന്ന് ജസ്റ്റ് സൈഡിൽ, വണ്ടി ഓഫല്ല, അതാണ് ആലോചിക്കേണ്ടത്. AC റണ്ണിങ് ആണ്, വണ്ടി ന്യൂട്രലാണ്, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. AC റണ്ണിങ് ആണ്. എത്ര നേരം കിടന്ന് ഉറങ്ങിയെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. വണ്ടിയിൽ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഉറക്കാം. സമയം ഏതാണ്ട് 1 മണി 2 മണി നേരമാണ്. ഞാൻ എപ്പോഴും ഉറങ്ങിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാൻ നിർത്തി ഈ പരിപാടി. കാരണം നമുക്കൊരു ധാരണയുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതൊരു ഓവർ കോൺഫിഡൻസ് ആണെന്ന് അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഇങ്ങനെയല്ല, ഈ ഉറക്കം വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അന്നത്തോടുകൂടി ഞാൻ പരിപാടി നിർത്തി. പിന്നെ ഞാൻ എന്താ ചെയ്യുക, നമുക്കിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാനുണ്ട്, രാത്രിയൊക്കെ ഓടിക്കുള്ളൂ. കാരണം ട്രാഫിക്ക് കുറയും, മൈലേജ് കിട്ടും, വണ്ടിക്ക് പണി കുറയും. അപ്പോൾ രാത്രി പോയാൽ വലിയ ഗുണങ്ങൾ വേറെയൊക്കെ ഉണ്ട്. പക്ഷേ അത് വലിയ റിസ്ക് ആണ്. കാരണം ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നേരത്തെ കുറച്ച് നേരം കിടന്നുറങ്ങും, ഒരു 3-4 മണിക്കൂർ, എന്നിട്ട് വണ്ടി പോകുള്ളൂ, എന്നിട്ട് വണ്ടി എടുത്ത് പോകും. അപ്പോൾ രാത്രി ഒരു 2 മണിക്ക് നിങ്ങൾ വണ്ടി എടുത്തോ, നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിച്ച് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു 6 മണിക്കെങ്കിലും വന്ന് കിടന്നുറങ്ങിക്കൊള്ളണം. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു 15 വയസ്സിലോ 20 വയസ്സിലോ ചെയ്യുന്ന പോലെയല്ല നിങ്ങളൊരു 40-ആം വയസ്സിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു 50-ആം വയസ്സിൽ ചെയ്യുമ്പോൾ. അതിനാ ഒരു ഏജിങ്ങിൻ്റെ വിഷയങ്ങൾ നമ്മളുടെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംഗതി ഇത് ദൈവത്തിൻ്റെ കളിയൊന്നുമല്ല, ഇത് നമ്മളുടെ ഫിസിയോളജിയുടെ പ്രശ്നമാണ്, നമ്മളുടെ ബോഡി മേക്കപ്പിൻ്റെ ഇഷ്യൂ ആണ്, നിങ്ങളുടെ ഹോർമോണൽ ആ ഒരു സ്റ്റേറ്റസിൻ്റെ, നിങ്ങളുടെ ഇൻറ്റേർണൽ ഹോമിയോസ്റ്റേസിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയാതെ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ഇത് മുഴുവൻ ദൈവമാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വാറ്റിയ ദൈവത്തിൻ്റെ മേന്മയാണെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന കാലഘട്ടമല്ല ഇത്. ഓക്കെ, നിങ്ങൾ ഫോഴ്സ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഈ പറയുന്ന സംഗതി മണ്ടത്തരമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഫോഴ്സ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞാൽ മതി, അപ്പോഴും ആളുകൾക്ക് അതിനെ തള്ളി പറയാൻ പറ്റും. ഞാൻ ബേസിക്കലി ഇതിൽ കാണുന്നത് വെച്ചാൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ എന്താ പറയാ ഇതിന്റെ പിന്നാലെ കുറെ ആചാരങ്ങൾ ഉണ്ടാക്കാനോ അങ്ങനെ കുറെ പരിപാടി അതൊന്നും അല്ല എനിക്ക് ചിന്തിച്ച് തോന്നിയത്. അപ്പോൾ നിങ്ങളത് തിരുത്തണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണെന്നുള്ളത്. നിങ്ങളിത് എഴുതി ഇന്നത് 2025 26-ാം തീയതി ഓഗസ്റ്റ്. നിങ്ങൾ 2035 ഇത് പറയുമെന്ന് നിങ്ങളൊന്ന് പറയും. ഇതേ ദിവസം നിങ്ങൾ പറയില്ല, നിങ്ങൾ അപ്പോഴേക്കും പറയും എൻ്റെ പൊന്ന് സാറേ അന്ന് സാറ് പറഞ്ഞത് ശരിയായിരുന്നു, വണ്ടി ഇപ്പോൾ എടുത്താൽ എനിക്ക് അന്ന് പണ്ടത്തെ മാതിരിയൊന്നും ഇല്ല, എടുത്താൽ ഉറക്കം വന്നാൽ ഉറങ്ങിയേ പറ്റുള്ളൂ, ഇപ്പൊ ഒന്നും പഴയ പോലെ ഒന്നും ഓടിക്കാൻ പറ്റുന്നില്ല മോനെ എന്ന് പറയും നിങ്ങൾ. അല്ല ഇതിപ്പോ പറയുന്ന പോലെ ഈ പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ കുറെ തോട്ടുകൾ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ആ മാറ്റി വെച്ച ദൈവത്തെ നാളെ പോയിട്ട് ഒന്ന് പുറത്തേക്ക് കമഴ്ത്തി കളഞ്ഞോളാം, ഇനി അധികം മാറ്റി അടിക്കണ്ട. ഓക്കെ, ഇനി ഉടനെ പരമാവധി സാർ വീഡിയോസും കാണാറുണ്ട്, കുറെ അത്യാവശ്യം നല്ല അടിപൊളി വാല്യൂ എന്താ പറയാ ഉള്ള സാധനങ്ങളാണ്. അതെനിക്കറിയാം. നിങ്ങൾ പുതിയത് എന്തെങ്കിലും പറയുമോനെ? പുതിയത് പറയാൻ എന്താ പറയാ ഇതുപോലെ അടിപൊളിയായിട്ട് പോവാം. ആയിക്കോട്ടെ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കണ്ട. നാട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടുതൽ ആളുകൾക്ക് എത്തിക്കട്ടെ. ഓക്കെ, ബൈ.
നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.